10 വർഷത്തിന് ശേഷം കശ്മീർ ജനത നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് ശേഷം നിർഭയ പോളിംഗ് ബൂത്തിലേക്ക് ആ ജനത എത്തുന്നു എന്നുള്ളതാണ്. അജിംസ, ഇവിടെ ഒരു ജനത അത് അവരെത്രത്തോളം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. യുവാക്കൾ ഉൾപ്പെടെ എത്ര വലിയ ഭീകരാവസ്ഥയിലൂടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നു എന്നൊക്കെയുള്ളത്. പക്ഷേ ഇപ്പോൾ നാളെ നടക്കാനിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്? അവിടുത്തെ ജനതയെ സംബന്ധിച്ച് ഏത് തരത്തിലായിരിക്കും ഇനിയുള്ള ചിന്തകൾ? ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം ആദ്യം തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട ഒരു കാഴ്ച അഭൂതപൂർവം എന്ന് പറഞ്ഞാൽ 87 ശേഷം 1987 തെരഞ്ഞെടുപ്പാണ് കശ്മീരിൽ നടന്നിട്ടുള്ള ഏറ്റവും അവസാനത്തെ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ്. അങ്ങനെയല്ല, അവിടെ കശ്മീർ ജനത പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് എന്നാണ് പറയുക. പിന്നീടെല്ലാം ജനങ്ങൾ ബഹിഷ്കരിക്കുന്ന തെരഞ്ഞെടുപ്പും 20% മുകളിൽ ഒരിക്കലും പോളിംഗ് പെർസെൻറ്റേജ് പോകാത്ത തെരഞ്ഞെടുപ്പുകളാണ് നടക്കാറുള്ളത്. ഇത്തവണ അത് ശ്രീനഗറിൽ പോലും 38% മുകളിലേക്ക് അതിൻ്റെ പോളിംഗ് പെർസെൻറ്റേജ് പോകുന്നു. അപ്പോൾ അത് വലിയ തോതിലുള്ള പ്രതീക്ഷ രാഷ്ട്രീയ പാർട്ടികളിലും പൊതുവെ എല്ലാവർക്കും ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ തവണ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ്? അവിടെ ഇതുവരെ വിഘടനവാദികളായിരുന്ന ആളുകൾ, നേതാക്കൾ, പാർട്ടികൾ, സംഘടനകൾ ഇവരെല്ലാം തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരികയാണ്. അതായത് നേരത്തെ നാഷണൽ കോൺഫറൻസും അതുപോലെ മെഹബൂബ മുഫ്തിയുടെ PDPയും ആയിരുന്നു പ്രധാനപ്പെട്ട എതിരാളികൾ, തെരഞ്ഞെടുപ്പിലെ എതിരാളികളെങ്കിൽ ഇന്നങ്ങനെയല്ല. ഇന്ന് ആ ചിത്രത്തിൽ മറ്റു പലരും ഉണ്ട്. BJP കുറച്ച് നാളായിട്ട് അവിടെയുണ്ട്. അതുകൂടാതെ ഈ ഹുറിയത്തുമായി ബന്ധപ്പെട്ട, ഹുറിയത്ത് എന്ന് പറഞ്ഞാൽ അവർ വിഘടനവാദം എന്നല്ല ഉദ്ദേശിക്കുന്നത്, കശ്മീരിനെ സ്വതന്ത്രമാക്കണമെന്നോ പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോകണമെന്നോ അല്ലെങ്കിൽ റഫറൻഡം നടത്തണമെന്നോ അങ്ങനെ പല വിധത്തിലുള്ള അഭിപ്രായങ്ങളുള്ള ആളുകളുണ്ട്. ഈ ആളുകളുടെ ഒക്കെ പ്രതിനിധീകരിക്കുന്ന സംഘടനകൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നു എന്നതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത എഞ്ചിനീയർ റാഷിദ്. എഞ്ചിനീയർ റാഷിദ് അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തിൻ്റെ പാർട്ടി ഒരു സാധാരണ ഒരു ലോക്കൽ പാർട്ടി തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കാത്തൊരു പാർട്ടിയാണ്, സ്വന്തമായി ചിഹ്നമില്ലാത്ത പാർട്ടിയാണ്. അവരുടെ സ്ഥാനാർത്ഥികൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ടാണ് മത്സരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ പോലും അദ്ദേഹം ഒരു ബ്ലാക്ക് ഹോഴ്സായി മാറും ഈ കശ്മീർ തെരഞ്ഞെടുപ്പിൽ എന്ന് പലരും ആശങ്കിക്കുന്നുണ്ട്. ആശങ്ക പരസ്യമായി പങ്കുവയ്ക്കുന്ന ഒരാളാണ് ഒമർ അബ്ദുള്ളയും മെഹബൂബ മുഫ്തിയും എല്ലാം. അതിൻ്റെ കാരണം എങ്ങനെയാണ് എഞ്ചിനീയർ റാഷിദിന് ജാമ്യം കിട്ടിയതെന്ന് അവർ ആശങ്കപ്പെടുന്നു. അദ്ദേഹം ജയിലിലായിരുന്നു UAPA കേസിൽ. UAPA എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിച്ചെന്നോ മറ്റാണ് അദ്ദേഹത്തിനെതിരെ കേസ്. തിഹാർ ജയിലിലായിരുന്നു, ജാമ്യത്തിൽ ഇറങ്ങുന്നു. അതുപോലെ കശ്മീർ ജമാഅത്ത് ഇസ്ലാമി ഇതിലെ ഒരു പ്രധാനപ്പെട്ട പ്ലെയറാണ്. കശ്മീർ ജമാഅത്ത് ഇസ്ലാമി അവസാനമായി തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന 1987 ഈ 1987 തെരഞ്ഞെടുപ്പിന് പ്രത്യേകതയുണ്ട്. ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു എന്ന് ഒരു സ്ഥാപിതമായ സത്യമാണ്. അതായത് ജനഹിതമല്ല എന്ന് തെരഞ്ഞെടുപ്പ് ഫലമായി പുറത്തു വന്നത്. അപ്പോൾ 1987 തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുന്നതോടെയാണ് കശ്മീർ താഴ്വര ഒരു സായുധ കലാപത്തിൻ്റെ രീതിയിലേക്ക് മാറുന്നത്. അവിടെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളായിരുന്ന പലരും ബാലറ്റ് ഉപേക്ഷിച്ച് ആയുധം കയ്യിലെടുക്കുന്ന കാഴ്ചയാണ് പിന്നെ നമ്മൾ കാണുന്നത്. അതായത് 90കളുടെ തുടക്കവും പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന കാഴ്ച അങ്ങനെയാണ്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാളെന്ന് പറഞ്ഞാൽ ഈ ഹിസ്ബുൾ മുജാഹിദീൻ എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ നേതാവ് സയ്യിദ് സലാഹുദ്ദീൻ 87 തെരഞ്ഞെടുപ്പ് മത്സരിച്ച് ജയിച്ച ആളാണ്. പക്ഷേ ആ ജയിച്ച തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ലീഡ് ഉണ്ടായിട്ടില്ല. ജയം പ്രവചിക്കപ്പെട്ട, എല്ലാ അർത്ഥത്തിലും പ്രവചിക്കപ്പെട്ട അങ്ങനെയല്ല. അതിൽ വോട്ടെണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ലീഡാണ് പുറത്തു വരുന്നത്, ലീഡ് വാർത്ത. പക്ഷെ ഫലം പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം തോറ്റു എന്നാണ് വന്നത്. അങ്ങനെ അദ്ദേഹം ഈ സജീവ രാഷ്ട്രീയം വിട്ട് ഈ പറയുന്ന സായുധ തീവ്രവാദ പ്രവർത്തനം നീങ്ങുന്ന ആളാണ്. അപ്പോൾ ഇത് ഒരു കഥയാണ്, ഇതൊരു ചരിത്രമാണ്. അപ്പോൾ ഈ ചരിത്രത്തിൻ്റെ ഏറ്റവും കൂടുതൽ 2019 ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്യുക മാത്രമല്ല, ജമ്മു കശ്മീർ എന്ന് പറഞ്ഞ സംസ്ഥാനത്തിൻ്റെ സംസ്ഥാന പദവി ഇല്ലാതായി കളഞ്ഞു. ലഡാക്ക്, കശ്മീർ, ജമ്മു കശ്മീർ എന്ന് പറയുന്ന 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റി. അപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ ടേൺ ഔട്ട് ഉയരുന്നത് കണ്ട് BJPയുടെ വാദം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് ഈ സർക്കാരിനോടും ജനാധിപത്യ പ്രക്രിയയോടുമുള്ള സ്നേഹം കൊണ്ട് ആളുകൾ വന്ന് വോട്ട് ചെയ്തുകൊണ്ടാണ് പോൾ പെർസെൻറ്റേജ് കൂടിയതെന്നാണ്. അതുപോലെ ഷഹല റാഷിദിനെ പോലുള്ള പഴയ റബലുകൾ, സർക്കാരിനെതിരെ സമരം ചെയ്ത ആളുകൾ പിന്നീട് പറഞ്ഞു, JNU സമരത്തിൻ്റെ നായിക പോലും വന്നിട്ട് പറഞ്ഞു മോദിയോട് ഭയങ്കര കാര്യമാണ് ജനങ്ങൾക്ക്, ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്ത് നന്നായി, അവിടെ വികസനം വരും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഈ പോൾ പെർസെൻറ്റേജ് കൂടിയത് ഈ ആർട്ടിക്കിൾ 370 ഉള്ള ജനങ്ങളുടെ പ്രതിഷേധ വോട്ടാണ്. ആളുകൾ പ്രതിഷേധിക്കാൻ വേണ്ടി വോട്ട് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ കാണുന്നു അത് തന്നെയാണ്. അതായത് കശ്മീരിയത്തിന് വേണ്ടി നിലനിൽക്കുന്ന സംഘടനകൾ, ഇതുവരെ ഇലക്ഷനിൽ പങ്കെടുക്കാത്ത ആളുകളൊക്കെ വന്നിട്ട് ഇലക്ഷനിൽ പങ്കെടുത്ത് പലവിധ പാർട്ടികളുടെ സഖ്യമുണ്ടാക്കുകയും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ നമ്മളിതൊക്കെ കാണുമ്പോഴും ഇതിൽ പലതരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളുണ്ട്. എന്തുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഇത്തരം സംഘടനകളും കൂടുന്നു ചോദിച്ചാൽ, ഈ നാഷണൽ കോൺഫറൻസിനെയും PDPയെയും അധികാരത്തിൽ നിന്ന് മാറ്റി BJPക്ക് അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയാണെന്ന് പലരും ആരോപിക്കുന്നുണ്ട്. അതിനൊക്കെ അപ്പുറം ഇനിയിപ്പോൾ ആര് ഭരിച്ചാലും
അതിനൊക്കെ അപ്പുറം ഇതിൻ്റെ ഒരു സംസ്ഥാന പദവി എങ്ങനെ ലഭിക്കുമെന്നുള്ളൊരു ചോദ്യമാണല്ലോ. ഇപ്പോൾ നിലവിൽ കശ്മീർ, ജമ്മു കശ്മീർ എന്ന് പറയുന്ന ആ പ്രദേശം എന്താണ്? ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്, ഒരു അസംബ്ലിയുള്ള കേന്ദ്രഭരണ പ്രദേശം. ലഡാക്ക് ആകട്ടെ അസംബ്ലി ഇല്ലാത്ത കേന്ദ്രഭരണ പ്രദേശം. ഇനി ഈ അസംബ്ലിയുള്ള കേന്ദ്രഭരണ പ്രദേശത്തിൽ എന്താണ് അസംബ്ലിയുടെ അധികാരം എന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഡൽഹി സർക്കാരിനെ പറ്റി പറയുമല്ലോ, ഒരു വലിയ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ സർക്കാരാണെന്ന് പറയുമല്ലോ, അതിലും താഴെ അധികാരങ്ങളുള്ള ഒരു സംവിധാനമായി ജമ്മു കശ്മീരിൻ്റെ അസംബ്ലി മാറും എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ജൂലൈയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചു. ആ നോട്ടിഫിക്കേഷനിൽ ജമ്മു കശ്മീരിൻ്റെ ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകി. അധികാരം നൽകിയെന്ന് പറഞ്ഞാൽ ജമ്മു കശ്മീരിൽ ആ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുന്ന സ്ഥാനത്തിന് എഡ്യൂക്കേഷൻ, വനം, അങ്ങനെ തുടങ്ങിയുള്ള ലാൻഡ്, അതായത് റവന്യൂ, ഇങ്ങനെ തുടങ്ങിയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളിലൊന്നും നിയമം നിർമ്മിക്കാനുള്ള അധികാരമില്ല. പിന്നെന്ത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്? പോലീസില്ല, പോലീസ്, പ്രിസൺ, അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല. ആഭ്യന്തരമില്ല, ആഭ്യന്തരം നേരത്തെ ഇല്ല. ഡൽഹിയിലെ പോലെ ഇവിടെ നിയമം നിർമ്മിക്കാനേ പാടില്ല ലെജിസ്ലേറ്റീവ് അസംബ്ലി. പിന്നെ എന്തിനാണ് അസംബ്ലി? നിയമം നിർമ്മിക്കാനല്ലെങ്കിൽ എന്തിനാണ് നിയമനിർമ്മാണ സഭ? പ്രധാനപ്പെട്ട വകുപ്പുകളിലൊന്നും നിയമം നിർമ്മിക്കാനുള്ള അധികാരം ജമ്മു കശ്മീർ അസംബ്ലിക്കില്ല. മാത്രമല്ല അവിടെ IAS ഓഫീസർമാരുടെ നിയമനം മുതൽ ഒരു പ്യൂണിനെ നിയമിക്കണമെങ്കിൽ അവിടുത്തെ മുഖ്യമന്ത്രിക്ക് എന്ത് ചെയ്യണം? ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി വേണം. IAS ഓഫീസർമാരുടെ നിയമനവും സ്ഥലമാറ്റവും മുതലെല്ലാം ലഫ്റ്റനന്റ് ഗവർണറിൽ നിക്ഷിപ്തമാണ്. പിന്നെ എന്തിനാണ് അസംബ്ലി? വെറും ഒരു സെറിമോണിയലായിട്ടുള്ള, ഓർണമെൻ്റലായിട്ടുള്ള ഒരു സ്ഥാപനമായി അവിടുത്തെ ലെജിസ്ലേച്ചർ മാറും. പക്ഷേ അവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രത്യാശ എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടാവുകയും തെരഞ്ഞെടുപ്പ് നടക്കുകയും അവിടെ സർക്കാർ ഉണ്ടാവുകയും ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുകയും ചെയ്താൽ ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ കുറേ ആളുകളുണ്ടാവും, ഞങ്ങളുടെ ശബ്ദം കുറേ കൂടി ഉച്ചത്തിൽ കേൾക്കുമെന്നല്ലാതെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ നമ്മളൊരു കാണേണ്ട കാര്യം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതുപോലെ ആളുകൾ ജനാധിപത്യ പ്രക്രിയയിൽ കൂടുതലായി പങ്കാളികളാവുന്നു. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനങ്ങൾ എവിടെയും കേൾക്കുന്നില്ല. അങ്ങനെ ബഹിഷ്കരിച്ചുകൊണ്ടിരുന്ന ആളുകൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളിയാവുന്നു എന്നുള്ളത് ശുഭോദർക്കമായൊരു കാര്യമാണ്. നിഷാദ്, അത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടത്. ഓരോ തെരഞ്ഞെടുപ്പ് റാലികളിലും കണ്ടുകൊണ്ടിരുന്നത് ഈ കൂടുതലായിട്ട് ആളുകൾ ഇതിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. നാളെ സ്വാഭാവികമായിട്ടും പോളിംഗ് ബൂത്തിലും അത് പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം തൗഫീഖൊക്കെ ചെയ്യുന്ന സ്റ്റോറികളിൽ നേതാക്കൾ പോലും അത്തരത്തിലുള്ള അഭിപ്രായം പറയുമ്പോൾ ആളുകൾക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ല നിലവിലെ സാഹചര്യത്തിൽ. അപ്പം അല്ലാതെ പറഞ്ഞു വരുമ്പോൾ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ, മാസങ്ങളിലായിട്ട് നടന്ന ഭീകരാക്രമണങ്ങൾ, അവിടെ ഓരോ പാർട്ടിയും എന്ത് ലക്ഷ്യം വെക്കുന്നു, എത്രത്തോളം നിർണായകമാണ്. BJP ഇപ്പം താഴ്വാരയിലൊക്കെ 19 സീറ്റേ മത്സരിക്കുന്നുള്ളെങ്കിൽ പോലും എത്രത്തോളം എന്തൊക്കെ ആയുധങ്ങൾ എടുത്തുപയോഗിച്ചാണ് അവിടെ സീറ്റ് എന്നുള്ള കാര്യത്തിലേക്ക് BJP അവിടെ ഒരു ശ്രമം നടത്തുന്നത്. സത്യത്തിൽ BJPക്ക് ആശങ്കയുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണിത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ആവേശത്തോടെ ആളുകൾ വോട്ട് ചെയ്തല്ലോ. 2019 വോട്ടും 2024 വോട്ട് ശതമാനം എടുത്തു നോക്കിയാൽ BJPയെ സംബന്ധിച്ച് 44-ൽ നിന്ന് 24-ലേക്ക് അവരുടെ വോട്ട് വിഹിതം കുറഞ്ഞു പോയ തെരഞ്ഞെടുപ്പാണ്. BJP ചില സൂചനകൾ BJPക്ക് കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ ഈ 370 എടുത്ത് കളഞ്ഞത് നമുക്ക് അനുകൂലമായ വലിയ കൈയടിയല്ല അവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ ആൾക്കൂട്ടം നമുക്കെതിരായി വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് അവർക്ക് നല്ല ഭയമുണ്ട്. ആ ഭയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അവരിപ്പോൾ കുറേ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ഡീലിമിറ്റേഷൻ കൊണ്ടുവന്നു, 7 പുതിയ മണ്ഡലങ്ങൾ കൊണ്ടുവന്നു. അതിൽ 6 ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലങ്ങളെ പ്രത്യേകമായി കീറി മുറിച്ചെടുത്തിരിക്കുകയാണ്. അവർക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെയൊക്കെയാണ് വോട്ട് ചെയ്യപ്പെടേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഫലം വരേണ്ടത് എന്ന കാര്യത്തിൽ ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. പിന്നെ വേറെ 10-15 അവിടുത്തെ ജാതി വിഭാഗങ്ങളെ ഈ പറയുന്ന പ്രത്യേക സംവരണ വിഭാഗങ്ങളായി ഉൾപ്പെടുത്തുന്നു. കശ്മീരി പണ്ഡിറ്റുകളെ കൂടാതെ വേറെ ചില വിഭാഗങ്ങളെ കൂടി അവിടുത്തെ പ്രത്യേക പരിഗണനയിൽ കൊണ്ടുവരുന്നു. അന്താരാഷ്ട്ര അതിർത്തിയിൽ താമസിക്കുന്ന ആളുകൾക്ക് പ്രത്യേക ജോലിയിൽ സംവരണം കൊടുക്കുന്നു. അങ്ങനെ കുറേ അധികം പദ്ധതികൾ അടിയന്തരമായി പ്രഖ്യാപിച്ചുകൊണ്ട് BJP വേറെ ഒരു തരം, എല്ലായിടത്തും പറ്റുന്ന ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അതിവിടെ എടുക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. നേരത്തെ ലഫ്റ്റനന്റ് ഗവർണറുടെ കാര്യം പറയുമ്പോൾ ലഫ്റ്റനന്റ് ഗവർണർക്ക് 6 പേരെ നോമിനേറ്റ് ചെയ്യാം നിയമസഭയിലേക്ക്. വോട്ടവകാശം ഉണ്ടാവും. ആരെയായിരിക്കും അദ്ദേഹം നോമിനേറ്റ് ചെയ്യുന്നുണ്ടാവും? അവർക്ക് അവരുടെ വോട്ട് എങ്ങോട്ടായിരിക്കും? അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം എന്ന കാര്യത്തിൽ അവർ വെൽ പ്ലാൻഡ് ആണ്. ഒരു വശത്ത് BJP അതിനുവേണ്ടി നന്നായി പണിയെടുക്കുന്നുണ്ട് എന്നതുകൂടി കാണാം. മറ്റൊന്ന്, ഇപ്പോൾ വന്നിട്ടുള്ള ചില പ്ലെയേഴ്സ്, അതായത് ഒറ്റ നോട്ടത്തിൽ ദുർബലം തോന്നുകയും എന്നാൽ കീ പ്ലെയേഴ്സായി മാറാൻ സാധ്യതയുള്ള ആളുകൾ മൊത്തം BJPയുടെ പ്ലാന്റേഷനാണ് എന്ന അഭിപ്രായവും എന്ന ഗൂഢാലോചന സിദ്ധാന്തവും ഒരു വശത്തുണ്ട്. അതുകൊണ്ട് BJP ഭയപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്, തർക്കമില്ല. BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത തുലവും തുച്ഛമാണ്. ഈ ചില PR, ഇപ്പോൾ ഷെഹ്ല റാഷിദിനെ പോലെയൊക്കെ വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായ നിലപാട് മാറ്റിയ കുറേ ആളുകൾ പറയുന്ന അഭിപ്രായം, ഗുലാം നബി ആസാദിനെ പോലുള്ള ആളുകളെയൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആളുകൾ പൊതുവേ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഈ ആർട്ടിക്കിൾ 370 എന്ന് പറഞ്ഞാൽ കശ്മീരിലെ ജനങ്ങളെ ഒരു വൈകാരികതയുടെ ഭാഗമാണത്. ആ വൈകാരികതയോടെ ചേർത്തുകൊണ്ടാണ് നമുക്ക് ഒരുമിച്ചാവുക എന്ന് പറഞ്ഞ സ്വപ്നം സാധ്യമാവുക. ഒരു മണ്ണ് മാത്രം കൊണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ അതിനകത്തൊരു കാര്യമുള്ളൂ. നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ വർഷം അവസാനം ആണ് എന്ന് തോന്നുന്നു, കഴിഞ്ഞ വർഷം അവസാനമാണ്, ഈ വർഷം ആദ്യമാണോ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ കശ്മീരിൽ നമ്മൾ കണ്ടു. ജോലിക്ക് വേണ്ടി, സംസ്ഥാന അവകാശത്തിന് വേണ്ടി
370 റീഇൻസ്റ്റേറ്റ് ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ ആളുകൾ തെരുവിലിറങ്ങി. ദേശീയ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഭയങ്കരമായ പിശുക്ക് കാണിച്ചു, കേന്ദ്ര സർക്കാരിനെതിരായിട്ടാണല്ലോ. അപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ ഈ ജോഡോ യാത്ര കശ്മീരിൽ പോയപ്പോൾ അദ്ദേഹം അവിടുത്തെ പൊതുവികാരത്തെ പരിഗണിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ വന്ന 370 റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നതാണ്. ഈ അവരുടെ പ്രകടന പത്രികയൊന്നും അതില്ല, പക്ഷെ അവിടെ അത് പറയാൻ തക്കവണ്ണം അദ്ദേഹത്തിന് കയ്യടി കിട്ടി. അതിൻ്റെ വികാരം അതായിരുന്നു, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്, കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നാൽ കശ്മീരിൻ്റെ കാര്യം ഞങ്ങൾ പുനഃപരിശോധിക്കുമെന്ന് പറഞ്ഞാൽ കയ്യടി കിട്ടുമെന്ന വികാരത്തെ ആ ഗ്രൗണ്ടിൽ നിന്ന് മനസ്സിലാക്കിയിട്ടാണ് രാഹുൽ ഗാന്ധി അവിടെ പ്രസംഗിക്കുന്നത്. അപ്പോൾ അതാണ് അവരുടെ ഒരു പൊതുവികാരം എന്നത് അവിടെ ഉണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാവും BJP അതിനെ ഹാൻഡിൽ ചെയ്യുക? ഈ പറയുന്ന എല്ലായിടത്തും പറ്റുന്ന ചിതറിക്കൽ എൻജിനീയറിംഗ് കൊണ്ട് സാധ്യമാകുമോ, അതോ ഈ പറഞ്ഞ പ്രീണന നയങ്ങൾ അല്ലെങ്കിൽ ഭരണഘടനാ മൂല്യങ്ങൾക്ക് അപ്പുറത്തൂടെ ഉണ്ടാക്കുന്ന ഈ ചട്ടങ്ങൾ ഇതുവഴിയൊക്കെ അതിനെ മറികടക്കുമോ എന്ന് കാത്തിരുന്ന് കാണണം. എന്തായാലും കശ്മീരിനെ സംബന്ധിച്ച് നിർണായക സ്വഭാവമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. കശ്മീർ ജനത അവരുടെ മനസ്സിൽ എന്താണെന്ന കാര്യം ഒരു എല്ലാ അർത്ഥത്തിലും ജെന്യുവിനായ സുതാര്യമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാവുമ്പോൾ കശ്മീരിൻ്റെ മനസ്സിലെന്താണ് എന്ന കാര്യം രാജ്യത്തിന് വായിക്കാൻ കഴിയും. ഇപ്പം നമ്മൾ ഈ 370 എടുത്തു കഴിഞ്ഞ ശേഷം ഭയങ്കര അലയടിക്കാനോട് സന്തോഷം എന്ന് പറഞ്ഞാലേ, ഏറ്റവും അവസാനം വന്നിട്ടുള്ള ഇന്ത്യയിലെ ഹാപ്പിനെസ് ഇൻഡെക്സ് എടുത്ത് പരിശോധിച്ച് നോക്കണം. ഹാപ്പിനെസ് ഇൻഡെക്സിൽ കശ്മീരിൻ്റെ സ്ഥാനം എവിടെയാണ്? മനുഷ്യന്മാർ സന്തോഷിക്കുകയാണോ ഇല്ലയോ എന്ന് നമുക്ക് ആ കണക്ക് വെച്ച് അറിയാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും സന്തോഷിക്കുകയാണ്. ഇൻ്റർനെറ്റ് ഇല്ല, മാസങ്ങളോളം ഇൻ്റർനെറ്റ് ഇല്ല, ആരോട് സംസാരിക്കാൻ പറ്റില്ല, മാസങ്ങളോളം ആളുകളെ പൂട്ടിയിട്ടു, ഒന്നും അറിയില്ല നമുക്ക്, അവിടെ എന്താ നടക്കുന്നതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. എന്നിട്ട് പുറത്തിരുന്ന് പറയാണ് ദേ ആർ ഹാപ്പി, അത് സന്തോഷത്തിലാണ്. സന്തോഷത്തിലാണോ നമുക്കൊന്നും നോക്കാൻ പറ്റണ്ടേ, ഒരു വിൻഡോ ഇല്ല, എല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണ്. അങ്ങനെ പ്രൊപ്പർ ഒരു PR എക്സസൈസ് വഴി നമ്മൾ മനസ്സിലാക്കിയ സന്തോഷമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ആ മനുഷ്യന്മാരുടെ ജീവിതം എന്താണെന്നൊരു പക്ഷേ ഈ ഇലക്ഷൻ പറഞ്ഞു തന്നേക്കും. ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ ഈ എപ്പിസോഡ് പൂർണ്ണമാകുന്നു. നമസ്കാരം.